മാധു. ചോദ്യങ്ങൾ ഭയക്കുന്നു എന്നതിന് വാർത്തകളെ പേടിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇപ്പം ഏതൊക്കെയാണ് ആ വാർത്തകൾ? സംസ്ഥാനത്ത് 3 മാധ്യമങ്ങളുടേതായ വാർത്തകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മെറ്റ ഇപ്പോൾ നമുക്ക് നൽകുന്ന വിശദീകരണം അടക്കം എന്ന് പറയുന്നത് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നു, അധികാരികൾ ആവശ്യപ്പെടുന്നു എന്നതിൻ്റെ പേരിലാണ് ഈ തരത്തിൽ ഇത് നീക്കം ചെയ്യപ്പെടുക എന്നതാണ്. അനുസരണ സ്മൃതി മാമൊക്കെ ആവർത്തിച്ച് പറഞ്ഞു ആ കാർഡുകൾ ഏതൊക്കെയാണ് എന്നത് സംബന്ധിച്ച്. ഇപ്പോൾ അതിൽ ചില 3 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ഒന്ന്, കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിൻ്റെ മകൾ മുഖ്യമന്ത്രിക്കെതിരായി നടത്തിയ വിമർശനം. ഞങ്ങളെയാണ് വിമർശിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നതാണ്. ആ വിമർശനം ഉൾപ്പെടുന്ന വാർത്ത കാണാതാകുന്നു. ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം കാണാതാകുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിമർശനം കാണാതാകുന്നു. ഇപ്പോൾ ഒരു 10-20 മിനിറ്റുകൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വീണ്ടും ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ നാണക്കേട് മറച്ചുപിടിക്കാൻ സോഷ്യൽ മീഡിയയിൽ സെൻസറിംഗ് നടപ്പിലാക്കുന്ന സർക്കാർ നടപടിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയരണം. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന അടിയന്തരാവസ്ഥ ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതികരിക്കുന്ന ദൃശ്യങ്ങളും, ഒപ്പം വി ഡി സതീശനോടൊപ്പം ഈ മുഹമ്മദ് ഹുസൈൻ്റെ ചിത്രങ്ങൾ അടങ്ങിയ ദൃശ്യങ്ങളും അടക്കം പ്രതിപക്ഷ നേതാവ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നീക്കം ചെയ്യുമോ എന്നത് കണ്ടെത്തേണ്ടതാണ്. എന്തായാലും 52 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാർഡ് നീക്കം ചെയ്യാൻ 52 മിനിറ്റ് എടുത്തിട്ടില്ല. നമ്മൾ ആ കാർഡിന് ഉള്ള കണ്ടന്റ് കൊടുത്തതിന് ശേഷം തിരിച്ചിവിടെ വന്ന് ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പങ്കുവെച്ച ചില വാർത്തകൾ കൂടിയുണ്ട്. ഇപ്പം ഈ ന്യൂസ് മലയാളത്തിൻ്റെ ഒരു പോസിറ്റീവ് വാർത്ത എന്നുള്ളതാണല്ലോ. ന്യൂസ് മലയാളത്തിന് പോസിറ്റീവ് വാർത്ത മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി CPM നേതാവ് P രാജീവ് എന്ന ന്യൂസ് മലയാളത്തിൻ്റെ വാർത്ത ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടക്കം ചിത്രങ്ങൾ പിണറായി വിജയൻ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ചാനലുകളുടെ ഇത്രയധികം വാർത്തകൾ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്ന എന്ത് സാഹചര്യമാണ് കേരളത്തിൻ്റെ മാധ്യമരംഗത്ത്, ഭരണരംഗത്ത് ഉള്ളത് എന്ന് വിശദീകരിക്കപ്പെടേണ്ടതാണ്. നാളെയാണ് സൗകര്യമെങ്കിൽ നാളെ വിശദീകരിക്കട്ടെ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ നാളെ വിശദീകരിക്കുന്നത് കാത്തിരിക്കുന്നു നമ്മളെല്ലാവരും. ഇനി 3-ാമത്തെ കാര്യം, എനിക്ക് 8 കാര്യങ്ങളാണ് പറയാനുള്ളത്. 2026 മാർച്ച് 27-ന് വി ഡി സതീശൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് വി.ഡി. ഒരു അഭിമുഖം, അത് ഇലക്ഷൻ കമ്മീഷൻ അത് പിൻവലിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ആ മുഴുവൻ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് അത് സംബന്ധിച്ച് അന്ന് രത്തൻ ഖേൽക്കർ നൽകിയ വിശദീകരണം. രത്തൻ ഖേൽക്കർ ഇന്ന് മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതിനെതിരെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ ഒരു മിസ്റ്റേക്കിൻ്റെ പേരിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ വാസ് ബിഹൈൻഡ് ദ റിമൂവൽ ഓഫ് ദ വീഡിയോ ആസ് ഹി വാസ് അഫ്രൈഡ് ഓഫ് ദ ഇൻ്റർവ്യൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് വി ഡി സതീശൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പിണറായി വിജയന് പേടിയായതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ നീക്കം ചെയ്യപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓൾ ഓട്ടോക്രാറ്റ്സ് ആർ ഗവേൺഡ് ബൈ ഫിയർ എന്നതുകൂടി, എല്ലാ ഏകാധിപതികളും ഭയത്താൽ ഭരിക്കപ്പെടുന്നു എന്നതുകൂടിയാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ, ഇപ്പോഴീ പറയുന്ന വാർത്തകൾ ഇല്ലാതാക്കപ്പെടുന്നതിൻ്റെ, പിൻവലിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ ആരുടെ പേടിയാണ്, ഏത് ഏകാധിപതിയാണ് എന്നറിയാൻ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കും താല്പര്യമുണ്ട് എന്നതുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ആൻഡ്രൂ സാറും സ്മൃതി മാമും ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് ഈ ചിത്രങ്ങൾ വരുന്ന കാർഡുകൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും റിമൂവ് ചെയ്യപ്പെടുന്നത് എന്നത്. 3 തരത്തിൽ മെറ്റ ഈ സംവിധാനം AI ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലൂടെ ഇത് കണ്ടെത്തുന്നുണ്ട്. വാക്കുകളും ചിത്രങ്ങളും അതിന് കാരണമായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കീവേഡ് വെച്ച് സെർച്ച് ചെയ്ത് നമ്മൾ ചില വാർത്തകൾ കണ്ടെത്തും. അതുപോലെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ വരുന്ന, പ്രധാനമന്ത്രിയുടെയോ അമിത്ഷായുടെയോ ചിത്രങ്ങൾ വരുന്ന വാർത്തകൾ ഈ സിസ്റ്റം സ്വയം നീക്കം ചെയ്യുന്നു എന്നതാണ് എല്ലാ നെഗറ്റീവ് വാർത്തകളും ഡിലീറ്റ് ചെയ്യപ്പെടുന്നതിനൊപ്പം ഒരു പോസിറ്റീവ് വാർത്ത കൂടി ഉൾപ്പെടാൻ കാരണം എന്നതാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്നത്. ഇനി കെ മുരളീധരൻ ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. തോന്നിയവാസമാണ് എങ്കിൽ മെറ്റ അത് ഡിലീറ്റ് ചെയ്യും എന്നത്. എന്താണ് തോന്നിയവാസം? ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന വീഡിയോകളും ദൃശ്യങ്ങളും അടക്കം സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്ന ഹുസൈൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് വി ഡി സതീശനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് തോന്നിയവാസമാണോ? വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഒപ്പം
ഒരു ഔദ്യോഗിക പരിപാടിയിൽ നിൽക്കുന്ന ഒരു ചിത്രം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. എല്ലാ മാധ്യമപ്രവർത്തകരും ചോദിച്ച ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികളടക്കം ഉദ്യോഗസ്ഥ സംവിധാനം നിരീക്ഷിക്കുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷിക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കുന്നവർ ആരാണ് എന്നത് സംബന്ധിച്ച് പോലീസ് സംവിധാനം നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ക്ലബ്ബ് പരിപാടിയിൽ ഒരു മന്ത്രി വരികയാണെങ്കിൽ സ്ഥലം പോലീസുകാർ വന്നത് അന്വേഷിക്കും, അവിടെ ആരൊക്കെ പങ്കെടുക്കുമെന്നത് അന്വേഷിക്കും. മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകില്ലേ? എന്താണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്, എന്തിനാണ് ഇയാൾ ഒരു ആംബുലൻസ് കൈമാറ്റം ചെന്നപ്പെട്ട ഒരു പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇയാൾക്ക് എന്താണ് ഇതിൽ ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കില്ലേ എന്നൊക്കെ അന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്, അന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇത്രയധികം സ്വാതന്ത്ര്യത്തോടു കൂടി മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഇടപഴകുന്ന ഒരാൾ ഒരു MDMA മൊത്ത കച്ചവടക്കാരനാണ് എന്ന വാർത്ത വരികയും ഈ സർക്കാരിന്റെ പോലീസ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ആൾ MDMA കേസിൽ അറസ്റ്റിൽ എന്ന വാർത്ത പങ്കുവെക്കുന്നത് തോന്നിവാസമാണോ? അതെങ്ങനെയാണ് തോന്നിവാസമാവുക? ഇത്തരം തോന്നിവാസികളുമായി ബന്ധമുണ്ടാകുന്നത് എങ്ങനെ എന്നതല്ലേ ആ സമയത്ത് ചിന്തിക്കേണ്ടത് എന്നുണ്ട്. 7 ജില്ലകളിൽ ഇടനിലക്കാരുള്ള മൊത്തക്കച്ചവടം 4 തവണ ഈ മാസം തന്നെ നടത്തിയിട്ടുള്ള ഒരു MDMA കച്ചവടക്കാരൻ എന്ന തോന്നിയവാസിയുമായി എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായത്? ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ഒരുപക്ഷെ ബന്ധമുണ്ടാകുന്നത്, പക്ഷെ ആ വാർത്ത തമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ സൗകര്യം ഉണ്ടാക്കിയെടുക്കലാണ് എന്ന വിമർശനം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഈ കണ്ടന്റ് മാത്രം ഇപ്പം നമ്മുടെ ചർച്ചകളുടെ അടക്കം 1 മണിക്കൂറിൽ താഴെ ആ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞു. TG മോഹൻദാസിന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടാത്തതുമായി ബന്ധപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചു. അർജുൻ ആയങ്കി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടിട്ട പോസ്റ്റ് ഇപ്പോഴും അർജുൻ ആയങ്കിയുടെ ഇൻസ്റ്റഗ്രാമിൽ കിടക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ കാപ്പ കേസടക്കം ചുമത്തണമെന്ന് കേരളത്തിലെ പോലീസ് സംവിധാനം വിചാരിക്കുന്ന, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളടക്കം നിയമത്തിന്റെ പരിശോധനയിൽ വരുമെന്ന് P. വിജയൻ പറഞ്ഞ, നാടൊട്ടുക്ക് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച പ്രതി ഇപ്പോഴും അയാളുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്ന പോസ്റ്റ് അവിടെ തുടരുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കാർഡ് പങ്കുവെക്കാൻ കഴിയില്ല, ഞങ്ങൾ അതങ്ങ് ഇല്ലാതാക്കി കളയും എന്ന നിലപാടെടുക്കുകയാണ്. ക്രിമിനലുകൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം പോലും, ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും, അഭിപ്രായ സ്വാതന്ത്ര്യം പോലും മാധ്യമങ്ങൾക്കില്ല എന്നത്, വാർത്തകൾക്കില്ല എന്നത് ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് എന്നത് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. ഈ ഓട്ടോമേറ്റഡ് സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അടക്കം ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ഇന്നലത്തെ സ്മൃതി മാമിൻ്റെ ഡിബേറ്റ് അടക്കമുള്ള വാർത്തകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഈ IT ആക്ടുമായി ബന്ധപ്പെട്ട് നിരവധി നടപടിക്രമങ്ങൾക്ക് ശേഷമായിരുന്നു മുൻപ് ഇത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നത്. പിന്നീട് വന്ന ഭേദഗതി പ്രകാരമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഡയറക്ഷൻ പ്രകാരം ഇത് നീക്കം ചെയ്യപ്പെട്ടു തുടങ്ങിയത്. കേന്ദ്രത്തിന്റെ ഈ പറയുന്ന ഭേദഗതിയുടെ ദുരുപയോഗമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ കേന്ദ്രം ഉണ്ടാക്കി വെക്കുന്ന നിയമങ്ങളോ ഭേദഗതികളോ ഒക്കെ ദുരുപയോഗം ചെയ്യാൻ ഇവിടെ ഒരു സംവിധാനം പ്രവർത്തിക്കുകയാണ്. പോലീസ് സംവിധാനം ഡെസ്ക് ഇട്ടിരുന്ന് ആലോചിക്കുകയാണ്, ഉറ്റുനോക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബ്രദർമാർ നമ്മളെങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന ഈ കണ്ണുകൾക്ക് താഴെ CCTVക്ക് കീഴിൽ മാത്രം. അതാണ് ഇന്ന് പ്രിയദർശിനി സെൻസർഷിപ്പാണോ എന്ന് DYFI പരിഹസിക്കുന്നതിൻ്റെ കാര്യം അതാണ്. കാരണം അടിയന്തരാവസ്ഥയിലാണ് ഇത്ര വലിയ സെൻസർഷിപ്പ് ഉണ്ടായത്. അപ്പോൾ അന്നത്തെ ഭരണാധികാരിയുടെ പേരിൽ പുതിയ ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ ഇങ്ങനൊരു സെൻസർഷിപ്പ് നടത്തുമ്പോൾ, അന്നത്തെ ആ ഭരണകാലത്തെ അതേ മാധ്യമ സെൻസർഷിപ്പ് ഈ കാലത്ത് നടത്തുമ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കും. ആ ചോദ്യങ്ങളടക്കം നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ കഴിയും. കാരണം നിങ്ങൾ ഇരിക്കുന്നത് അധികാരത്തിലാണ്, അത് നൽകിയത് ജനങ്ങളാണെന്ന് മറന്നു പോകാതിരുന്നാൽ മതി. Meet the editors.